നമസ്കാരം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മകൾ വീണ വിജയനും CMRലും ഒക്കെ ഓരോ ദിവസം കഴിയുന്തോറും വലിയ കുരുക്കിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇപ്പോൾ ഈ റെയ്ഡ് എന്തിനാണ് നടന്നത് എന്നതിനെ കുറിച്ച് സഖാക്കൾക്ക് വലിയ നിശ്ചയമില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് അവർ തല്ലുണ്ടാക്കിയത്, കാർ അടിച്ചു പൊളിച്ചത്. അങ്ങനെ അടിച്ചു പൊളിച്ചവരൊക്കെ 8ന്റെ പണി വാങ്ങിയിരിക്കുകയാണ്. സാധാരണ ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട്, ഇപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു ജാമ്യം എടുത്ത് പോരാം, അല്ലെങ്കിൽ ഇനി ഒരു കുറച്ച് ദിവസം കിടന്നിട്ട് പോരാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ പണി പാലുംവെള്ളത്തിലാണ് കിട്ടാൻ പോകുന്നത്. ചിലപ്പോൾ നേരെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പിണറായി വിജയനെയും വീണ വിജയനെയും ദേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന മട്ടിലാണ് അവിടെ അഴിഞ്ഞാടിയത്, പ്രവർത്തകർ അഴിഞ്ഞാടിയത്. അത് വീണ വിജയനും പിണറായി വിജയനും ഒക്കെ വലിയ പ്രശ്നമുണ്ടാക്കി എന്ന് മാത്രമല്ല, അന്വേഷണത്തിൽ സംശയത്തിന്റെ മുനയിലേക്ക് അവർ കൊണ്ടെത്തിച്ചു എന്ന് മാത്രമല്ല, ഒരു പറ്റം സാധാരണക്കാർ, പാവപ്പെട്ടവരെ അവരഴിക്കുള്ളിലാകുന്ന ഇനി ഉള്ള കാലം നിയമക്കുരുക്കിൽ വട്ടം ചുറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സത്യത്തിൽ ഈ ഇഡി റെയ്ഡും അന്വേഷണവും ഒക്കെ കൊച്ചിയിലെ CMRലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവർ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒരുപാട് വ്യക്തികളുമായും ഒരുപാട് സ്ഥാപനങ്ങളുമായും CMRL കള്ളപ്പണ ഇടപാട് നടത്തിയെന്നുള്ളൊരു സംശയമുണ്ട്. കുറച്ച് തെളിവുകളുമുണ്ട്. ധന ഇടപാടുകൾക്ക് വരവുക ചെലവുക ഇല്ലക എന്ന കണക്ക് മാത്രമാണുള്ളത്. അതിൽ വീണ വിജയനും അതുപോലെ മറ്റുള്ളവരുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. എന്തിനാണ് വീണ വിജയന് പൈസ കിട്ടിയെന്നുള്ള ചോദ്യം വരും. പക്ഷെ അതിനെ അതിജീവിക്കാനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ വീണ വിജയൻ നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മാധ്യമങ്ങൾ ഇത്ര ഹൈപ്പ് ഉണ്ടാക്കുന്നത് പോലെ ഒരു പ്രശ്നം നിലവിലെ സാഹചര്യത്തിൽ വീണ വിജയൻ ഉണ്ടാകാൻ സാധ്യതയില്ല. ഒരുപക്ഷെ അറസ്റ്റോ മറ്റു കാര്യങ്ങളോ ഉണ്ടായേക്കാം. വീണയ്ക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഇടിക്ക് കൈമാറാൻ കഴിയാതെ വന്നാൽ, നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാകുന്നത് അത്തരത്തിൽ വീണയ്ക്കൊന്നും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല, പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഈ കേസ് ശരിക്കും അന്വേഷിക്കുന്നത് CMRന്റെ വഴിവിട്ട ഇടപാടുകളാണ്. ആ വഴിവിട്ട ഇടപാടുകളിൽ ആ തുക കൈമാറ്റം ചെയ്തതിൽ വീണ വിജയനും ഉണ്ട് എന്നത് തന്നെയാണ്. വീണയിലേക്കും ആർക്ക് വേണ്ടിയാണ് എന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരും ആ ഡയറിയിലുണ്ട്. അത് മാത്രമല്ല, കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള മിക്കവാറും എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും പണം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞല്ലോ, എല്ലാവരും പണം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അവർ പാർട്ടി ഫണ്ടിലേക്ക് വാങ്ങി അതിന് റെസീറ്റ് കൊടുത്തപ്പോൾ ഇവിടെ ഒരു സേവനത്തിനായി കൊടുത്തു, വിൽക്കാത്ത കാളയ്ക്ക് കൊള്ളാത്ത വില എന്ന രീതിയിൽ കൊടുത്തു. അത് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അവിടെയും GST അടച്ചിട്ടുണ്ട്, ടാക്സ് അടച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് കള്ളപ്പണത്തിന് എന്തിന് ടാക്സ് വാങ്ങി എന്നൊരു ചോദ്യത്തിന് വീണ വിജയൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് മറുപടി പറയേണ്ടി വരും. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ ലക്ഷ്യമിട്ടാണ് ED ഉദ്യോഗസ്ഥർ സുരക്ഷാ അകമ്പടിയോടെ എത്തിയത് എന്നുള്ളത് പൂർണ്ണമായിട്ടും ശരിയല്ല. അവിടെ റെയ്ഡ് നടത്തിയത് CMRലുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന്റെ വീടും അതേപോലെ പിണറായി വിജയന്റെ വീടും ബന്ധപ്പെട്ട മറ്റു വീടുകളും ഒക്കെ റെയ്ഡ് നടത്തേണ്ടി വന്നു എന്നതാണ്. കമ്പനിയുടെ അനധികൃത കള്ളപ്പണ ഇടപാടുകളുടെ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടന്നിട്ടുള്ള പരിശോധനയിൽ ഒരൊറ്റയടിക്ക് CMRലുമായി ഇടപാട് നടത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാരുടെയും അക്കൗണ്ട് മരവിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അത് വ്യക്തികളായാലും സ്റ്റാഫുകളായാലും വീണ വിജയന്റെ അക്കൗണ്ടുകളായാലും അതൊക്കെ. അതിൻ്റെ ഒരു ആവശ്യമുണ്ടോ എന്ന് നിയമപരമായിട്ട് ചോദിക്കേണ്ടതാണ്. ഒരു ഇടപാട് നടക്കുമ്പോൾ അത് തികച്ചും നിയമപരമാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും നിരവധി നിർണായക തെളിവുകൾ, മറ്റ് ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഒക്കെ, ഡിജിറ്റൽ തെളിവുകളൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ കേസിൽ നിലവിൽ CMRL കമ്പനിയും അതിന്റെ പ്രധാന ഉടമയായിട്ടുള്ള ശശിധരൻ കർത്തയുമാണ് പ്രധാനമായിട്ട് പ്രതിപട്ടികയിലുള്ളത്. എന്നാൽ കമ്പനിയിൽ നിന്ന് വലിയ തുക കൈപ്പറ്റിയ വീണ വിജയൻ ഈ കേസിൽ പ്രതിയാകുമോ അതോ സാക്ഷിയാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സത്യത്തിൽ നിയമപരമായിട്ടുള്ള അവ്യക്തതയാണ് നിലനിൽക്കുന്നത്. ഈ കൈപ്പറ്റിയ പണത്തിന് കൃത്യമായി നികുതി അടച്ചിട്ടുണ്ട് എന്നതാണ് വീണയുടെ വാദം. അതിനാൽ ഇത് ഒരു കള്ളപ്പണ നിരോധന നിയമത്തിന്റെ PMLAയുടെ പരിധിയിൽ വരുമെന്നത് കോടതികൾ പരിശോധിക്കേണ്ട വിഷയമാണ്. ഇതുവരെ ഈ വിഷയത്തിൽ വീണ വിജയൻ നേരിട്ട് പ്രതികരിക്കുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല സെറ്റിൽമെന്റ് ബോർഡ് ആദ്യം കണ്ടെത്തിയത്, ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ചെയ്യാത്ത സേവനങ്ങൾക്ക് പകരമായിട്ട് 1,72,00,000 രൂപ വീണ കൈപ്പറ്റി എന്നാണ്. എന്നാൽ പിന്നീട് വിശദമായ പരിശോധന നടത്തിയപ്പോൾ SFIOയുടെ അന്വേഷണത്തിൽ അത് 2,74,00,000 രൂപയാണ് എന്ന് ബാങ്ക് രേഖകളുടെയും മറ്റ് ഇമെയിൽ സന്ദേശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുകയുണ്ടായി. അതായത് കരിമണൽ കർത്തയുടെ CMRലിൽ നിന്ന് വീണ വിജയന്റെ ഉടമസ്ഥയിലുള്ള ഉണ്ടായിരുന്ന എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയതായി അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നുണ്ട്. എക്സാലോജിക് കമ്പനി ഒരു വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ CMRലിന് നൽകിയതായിട്ട് അവകാശപ്പെടുന്നുണ്ട്.
എന്നാൽ കരിമണൽ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു കമ്പനിക്ക് ഇത്തരമൊരു സോഫ്റ്റ്വെയറിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായ മറുപടി വീണ വിജയന് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പുറത്തു വരുന്ന വിവരം. ഈ സോഫ്റ്റ്വെയർ ഒരു കടലാസ് സംവിധാനം മാത്രമാണ്. ഒരു പ്രൊഡക്റ്റ് നിയമപരമായി പോകാൻ വേണ്ടിയിട്ട്, കമ്പനി പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, കള്ള ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾ അല്ലെങ്കിൽ കൈക്കൂലി കോഴ ഇടപാടുകൾ നടത്താൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ സെല്ല് ചെയ്തിട്ടാണ് വാങ്ങിയത്, അല്ലെങ്കിൽ സർവീസ് സെല്ല് ചെയ്തിട്ടാണ് വാങ്ങിയത് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് എന്ന്, അല്ലാതെ ആ സോഫ്റ്റ്വെയർ കമ്പനി എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന് ആണ് പുറത്തു വരുന്ന വിവരം. മാത്രമല്ല ഈ സോഫ്റ്റ്വെയർ CMRL എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്ന് CMRLന്റെ ഓഡിറ്റർമാരും ജീവനക്കാരും മൊഴി നൽകിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെ വരുമ്പോൾ വീണ വിജയൻ നൽകിയിട്ടുള്ള ഇൻവോയ്സുകൾക്ക് പകരമായി പണം കൈമാറി എന്നല്ലാതെ യഥാർത്ഥത്തിൽ യാതൊരു വിധത്തിലുള്ള സേവനവും അവിടെ നടന്നിട്ടില്ല എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഈ പണമിടപാട് മുൻ മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയ സ്വാധീനത്തിന് പകരമായി നൽകിയ മാസപ്പടിയാണ് എന്ന ആരോപണം അതുകൊണ്ടാണ് ശക്തമാകുന്നത്. 242 ബാങ്ക് അക്കൗണ്ടുകളാണ് ED ഇതുവരെ മരവിപ്പിച്ചതായിട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചതായിട്ട് വാർത്തകൾ വരുന്നത്. ഇതിൽ വീണ വിജയന്റെ അക്കൗണ്ടും ഉണ്ട്. സത്യത്തിൽ ഈ 242 അക്കൗണ്ടുകളും വീണ വിജയന്റെ അക്കൗണ്ടുകളാണ് എന്ന മട്ടില് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ വാർത്തകൾ പലരും പടച്ചുണ്ടാക്കുന്നുണ്ട്. സത്യത്തിൽ അതങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇതിൽ ഭൂരിഭാഗവും CMRLന്റെ തന്നെ അക്കൗണ്ടുകളാണ്, അതല്ലെങ്കിൽ അതിന്റെ പ്രൊമോട്ടർമാരുടെ, ജീവനക്കാരുടെ ഒക്കെ അക്കൗണ്ടുകളാണ്. അതിൽ സാമ്പത്തിക ഇടപാട് നടന്നതിൽ വീണ വിജയന്റെ അക്കൗണ്ടുകൾ ഉണ്ട് എന്നതുകൊണ്ട് അതുകൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഈ വിഷയത്തിൽ വലിയ വിവാദം ഉയർന്നതോടെ അതുവരെ മൗനം പാലിച്ചിരുന്ന പിണറായി വിജയൻ അക്കൗണ്ടുകളുടെ എണ്ണത്തെക്കുറിച്ച് പൊതുസമൂഹത്തിന് മുന്നിൽ വിശദീകരണം നൽകാൻ തയ്യാറായത് നമ്മൾ കണ്ടതാണ്. സത്യത്തിൽ അന്വേഷണത്തോട് സഹകരിക്കാൻ വീണ വിജയൻ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ കേസ് വല്ലാത്ത കോലത്തിൽ പോകുന്നത്. കാരണം പണം വാങ്ങി എന്നതിന് കൃത്യമായ, എന്തിനു വാങ്ങി എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ മറുപടി പറയാൻ വീണ വിജയന് കഴിയുന്നില്ല. ഇനി അഥവാ എന്തെങ്കിലും മറുപടി പറഞ്ഞാൽ തന്നെ EDയുടെ പക്കലുള്ള വിവരങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയത്തുമില്ല. അതുകൊണ്ട് തന്നെ രണ്ടും കൂടി മാച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ പണി കിട്ടുകയും ചെയ്യും. ഏതായാലും വീണ വിജയൻ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ED അവർക്ക് വിശദമായ ചോദ്യം ചെയ്യാനായി നോട്ടീസ് അയക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. മാപ്പുസാക്ഷിയാകാൻ വീണ തയ്യാറായാൽ ഒരുപക്ഷെ അവർക്ക് നിയമ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റിയേക്കും. കാരണം അങ്ങനെയാണ്. പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. പിണറായി വിജയൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കൾ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകി പണം കൈപ്പറ്റി എന്ന ഒരു ആരോപണം അതിനെ സാധൂകരിക്കുന്നതായിരിക്കും വീണ വിജയന്റെ മാപ്പുസാക്ഷി ആകാനുള്ള ഒരു തീരുമാനം. അതുകൊണ്ട് മാപ്പുസാക്ഷിയാകാനും പറ്റൂല. പിന്നെ മാപ്പുസാക്ഷി ആയില്ല എന്നുണ്ടെങ്കിൽ വീണ വിജയനെ കേസിൽ പ്രതി ചേർക്കാനോ അറസ്റ്റ് ചെയ്യാനുള്ള നടപടിയെടുക്കാൻ നീങ്ങേണ്ടിയും വരും. ED ചിലപ്പോൾ അത് ചെയ്തൊന്നും വരും. ഇതൊക്കെയാണ് ഇപ്പോഴും നിലവിലുള്ള ഒരവസ്ഥ. ഇപ്പോൾ അറിയുന്നത് EDയുടെ ഈ നടപടികൾ, അന്വേഷണം, റെയ്ഡ്, ഇതിനൊക്കെ എതിരെ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഡിവിഷൻ ബെഞ്ചിൽ വീണ്ടും പ്രതിഭാഗം CMRL അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇവിടെ റെയ്ഡ് നടന്നല്ലോ. ആ റെയ്ഡിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് ഡിജിറ്റൽ തെളിവുകളുണ്ട്, ഒരുപാട് രേഖകളുണ്ട്. ആ രേഖകളും എല്ലാം കോടതിയിൽ അതേക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹാജരാക്കിക്കൊണ്ട് ഈ അന്വേഷണം തുടർന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കാൻ EDയും മുന്നോട്ട് നീങ്ങും എന്നാണ് വരുന്ന വാർത്ത. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പെടുന്നത്. മകളെ രക്ഷിക്കാനായിട്ട് ഈ കാര്യങ്ങൾ ശരിയാക്കണമെങ്കിൽ അപ്പൻ കുടുങ്ങും, അപ്പനും അപ്പന്റെ കൂടെയുള്ള ബാക്കിയുള്ളവരും കുടുങ്ങും. ഇനി അപ്പൻ രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ മകള് കുടുങ്ങും. അതല്ലാന്നുണ്ടെങ്കിൽ EDയുടെ ചോദ്യങ്ങൾക്ക്, EDയുടെ പക്കലുള്ള തെളിവിന് മാച്ച് ചെയ്യുന്ന കൃത്യമായ വിവരങ്ങൾ വീണ വിജയൻ കൊടുക്കേണ്ടി വരും. അല്ലാത്തടത്തോളം കാലം വലിയ പ്രശ്നത്തിലേക്ക് തന്നെയാണ്, വലിയ കുരുക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. Different angles. Don't forget to subscribe and support this channel.